ട്രൂക്കിന്റെ ആദ്യത്തെ ഒരു ANC പ്രോഡക്റ്റ് ആണ് ട്രൂക്ക് ബഡ്സ് പ്രോ. 1699 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്നാൽ ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ANC പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ബഡ്സ് പ്രോ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ട്രൂക്ക് ബഡ്സ് പ്രോ എന്നും കൂടാതെ ട്രൂക്കിന്റെ ലോഗോയും പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ഉണ്ട്. ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 30 dB. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ പുറകിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 8/2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4499 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1699 രൂപയ്ക്ക് എത്തിയ പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 1999 രൂപയാണ്. കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു യൂസർ ഗൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്, കൂടാതെ ഒരു ടൈപ്പ് സി കേബിളും, കൂടാതെ 2 ഡിഫറെന്റ് സൈസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രൂക്കിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സാധനം നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് വാറണ്ടി രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു വീഡിയോ അങ്ങോട്ട് പോയി കണ്ടാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഇതാണ് നമ്മുടെ ട്രൂക്കിന്റെ കേസ്. പൊതുവെ നമുക്ക് എങ്ങനെയാണോ ട്രൂക്കിന്റെ മറ്റുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്നത് അതുപോലെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് ഇയർബഡുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഒന്ന് ചാർജ് ആകട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്ക് ബഡ്സ് പ്രോ ANC. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കേസാണ്. അത്യാവശ്യം കേസ് കോമ്പാക്റ്റ് ആണ്, കൂടാതെ മാറ്റ് ഫിനിഷ്ഡ് ആണ്. 2 സൈഡിലും ലെതർ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. കൂടാതെ ഏറ്റവും മുന്നിലായിട്ട് കണ്ട നമ്മുടെ LED ഇൻഡിക്കേറ്റർ, ഡിജിറ്റൽ LED ഇൻഡിക്കേറ്റർ ആണ്. അത് ഹിഡൻ ആണ് ആക്ച്വലി. ഇത് ഓഫ് ആക്കുന്ന സമയത്ത് ഇവിടെ എന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല. ട്രൂക്കിന്റെ ലോഗോ ഏറ്റവും മുന്നിലുണ്ട്. ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഒരു LED ഇൻഡിക്കേറ്ററും റീസെറ്റ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഓവറോൾ ആക്ച്വലി ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നല്ല രസം തന്നെയാണ്. ഒരു പ്രീമിയം ടച്ച് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 48 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 1 മണിക്കൂർ മതി 100% ഇത് ചാർജ് ആകാനായിട്ട്. 5V1 ആണ് കേട്ടോ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ലിഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ട്രൂക്കിന്റെ മറ്റുള്ള ഇയർബഡുകളെ പോലെ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. കാരണം 2000 രൂപ വാങ്ങിക്കുന്നില്ല. പിന്നെ ഈ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ആ ഒരു കേസിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പൊതുവെ നമുക്ക് ട്രൂക്കിൽ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ അല്ല കേട്ടോ, കുറച്ചുകൂടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഏറ്റവും പിറകിലായിട്ട് LED ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ മുകളിൽ ഒരു മൈക്കും കാണാം. ട്രൂക്കിന്റെ ലോഗോ ഉണ്ട്, കൂടാതെ പിറകിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 12.4 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുക. ഓരോ ഇയർബഡിലും 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 8 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ ചാർജിലുള്ള പ്ലേ ടൈം എന്ന് പറയുന്നത്. എന്നാൽ ANC ഓൺ ആക്കി കഴിഞ്ഞാൽ അത് അപ് ടു 7 hours പോകാനായിട്ടും ചാൻസസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മളൊരു 50 to 60% പാട്ട് കേട്ടാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനേക്കാളും കുറഞ്ഞിട്ടേ പ്ലേ ടൈം കിട്ടത്തുള്ളൂ. ഓവറോൾ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനും ചാൻസസ് വളരെ കുറവാണ്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സെൻസിറ്റീവ് ആണ്, അതിന് വേറൊരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ഏത് ചെയ്താലും മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇതിനകത്തുള്ള നമ്മുടെ ആ ഒരു ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 30 dB ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആവും. കൂടാതെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കാനും പറ്റുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 50 ms ലോ ലേറ്റൻസി മോഡ് ഗെയിം മോഡ് ഓൺ ആവും. അതുപോലെ തന്നെ വീണ്ടും അതിൽ ഒന്നുകൂടി ചെയ്യുവാണെങ്കിൽ ഗെയിം മോഡ് ഓഫ് ആയിട്ട് മ്യൂസിക് മോഡിലേക്ക് പോകും. ഇടതിലേക്ക് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള നമ്മുടെ ആ ഒരു വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ അടിച്ചു പോകാനായിട്ട് ചാൻസസ് ഇല്ല. 1 വർഷം നമുക്കിന് വാറന്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് ബഡ്സ് പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ക്വാഡ് മൈക്ക് വിത്ത് ANC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് ഉണ്ട്. ഇൻഡോറിനകത്ത് നമ്മളിതൊരു കോളിംഗ് പർപ്പസിന് വേണ്ടി മേടിക്കുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കുന്ന ആ ഒരു ഓഡിയോ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്.
ഇത് മതിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്ക് തോന്നുക? 1999 രൂപയ്ക്ക് നമ്മളൊരു കോളിംഗ് പർപ്പസിന് വേണ്ടി ട്രൂക്ക് ബഡ്സ് പ്രോ വാങ്ങിച്ച വർത്ത് ആകുമോ? എന്തായാലും എന്ത് തോന്നിയാലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. വേറെ വലിയ ഒരു പ്രശ്നങ്ങളും ഇല്ല. പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. എന്നാൽ എനിക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് വലത് വശത്തെ ചെവിയിൽ ചെറിയൊരു പെയിൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര രീതിക്ക് ഒരു ഡിസ്കംഫർട്ട് തരുന്ന രീതിക്കല്ല, ചെറിയൊരു പെയിൻ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഇടത് കുഴപ്പമില്ല കേട്ടോ, അത് അങ്ങനെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ. കാരണം പല പ്രോഡക്റ്റുകളും ചില ആൾക്കാർ പറയും എനിക്ക് ഇയർ പെയിൻ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടില്ലായിരുന്നു. സോ ഇതൊക്കെ നമ്മുടെ ഇയർ സൈസ് ഡിപ്പെൻസ് ആണ് കേട്ടോ, ഈ ഒരു ഇയർ പെയിനും അതൊക്കെ വരുന്നത്. എന്തായാലും ഓവറോൾ ആക്ച്വലി ഈ ഒരു വെയറിംഗ് കംഫർട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ കംഫർട്ട് തന്നെയാണ്. അതിൽ വേറെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ANC കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അപ് ടു 30 dB ആണ്. 25 dB വരെയാണ് നമ്മുടെ ആ ഒരു ബോട്ടിന്റെ 413 അതുപോലെ തന്നെ 411 ANC ഉണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു 30 dB എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോട്ട് 413ക്കും 411നും ഒക്കെ തന്നെ ഒരു എതിരാളി ആയിട്ടായിരിക്കും നമ്മുടെ ട്രൂക്ക് ബഡ്സ് പ്രോ വരിക എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ഇതിലെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഞാൻ ഓണാക്കിയപ്പോഴത്തേക്ക് ബോട്ടിലേക്ക് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 30 dB എന്നൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ പേരിന് വേണ്ടിയാണോ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് സംശയമുണ്ട്. കൂടാതെ ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിലെ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരാൾ സംസാരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കാക്ക പുറത്തുനിന്ന് വിളിക്കുന്നെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വെറുതെ ഒരു ഷൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതല്ലാണ്ട് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആയെന്നുള്ളൊരു ഫീൽ ചെയ്യില്ല. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ANC-യിലും പറയുന്നത്. ANC ഓണായി എന്തോ ഒരു സംഭവം കാറ്റ് അങ്ങോട്ട് ഓഫ് അടയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങോട്ട് ANC കൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടില്ല. 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ANC ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനേ ഉള്ളൂ, അല്ലാണ്ട് ഒരിക്കലും ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ബോട്ടിന്റെ 413 ആണെങ്കിലും 411 ആണെങ്കിലും ഈ ഒരു 2000 രൂപയ്ക്കുള്ള റേഞ്ചിലുള്ള ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിലും നമുക്ക് ANC ഭയങ്കരമായിട്ട് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആകത്തില്ല, അത് ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ടാലും ഒരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ല കേട്ടോ. അത് നമ്മൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടായിക്കോട്ടെ, അതല്ല വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടായിക്കോട്ടെ, ഏതാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങളൊരു ബേസ് ലവർ ആയിക്കോട്ടെ, അതല്ല വോക്കൽ ലവർ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആവത്തില്ല ഈ ഒരു പ്രോഡക്റ്റിൽ. 50% നമ്മൾ പാട്ടിട്ടാൽ മതി, നല്ല രീതിക്ക് അത്യാവശ്യം എൻഹാൻസ്ഡ് ആണ്, കൂടാതെ ബേസും ഡോമിനേറ്റഡ് ആണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് രഞ്ജു എന്ന് പറഞ്ഞൊരു ബ്രദറാണ് ആക്ച്വലി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലൈവിൽ 50% ഇട്ടാൽ. ഞാൻ അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളിലും ഈ ഒരു മിഡിൽ ഇട്ടിട്ട് പാട്ട് കേൾക്കാറുണ്ട്. അതും പല ടൈപ്പിലുള്ള പാട്ടുകൾ. ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള കേൾക്കുമ്പോഴത്തേക്ക് അവിടെയും നല്ല ബേസ് ഡോമിനേറ്റഡ് ആണ്, അതുപോലെ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കേൾക്കുമ്പോഴത്തേക്ക് അവിടെ നല്ല വോക്കൽ ഡോമിനേറ്റഡ് തന്നെയാണ്. കാരണം എല്ലാവരും ഇതുപോലെ 100% അല്ലെങ്കിൽ 80% കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത്. 50% ഉറപ്പാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ കേട്ടാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാം. ഓവറോൾ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത ട്രൂക്കിന്റെ പ്രോഡക്റ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെറ്റർ, പിന്നെ 2000 രൂപയാണ്, അത് വീണ്ടും പറയണം, 2000 രൂപയ്ക്ക് ഉള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രൂക്കിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് ക്വാളിറ്റി റിച്ച് ക്വാളിറ്റി ആണ്, വേറൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ലോ ലേറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 ms ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലെയറിലെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോ ലേറ്റൻസി ഓൺ ആക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയാലേ പറ്റത്തുള്ളൂ. ലോ ലേറ്റൻസിനെ നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പിൾ കാണിക്കാൻ പറ്റുന്നത് BGMI ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഇന്നലെ വാട്സപ്പിൽ എനിക്കൊരു ഫ്രണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫ്രണ്ട് ഈ ഒരു BGMI ലിങ്ക് അയച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഫ്രീ ഫയറോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അടുത്ത് തന്നെ ഒന്നെങ്കിൽ ഈ ഒരു ട്രൂക്കിന്റെ ഒരു ഷോർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ലോ ലേറ്റൻസി ടെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. ഇനി അതല്ല അല്ലെങ്കിൽ അടുത്ത വീഡിയോ മുതൽ ആ ഒരു ലോ ലേറ്റൻസി ഡെമോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. ഒരിക്കലും 50 ms നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കത്തില്ല എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, പിന്നെ പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ലോ ലേറ്റൻസി മോഡ് ഈ ഒരു 50 ms ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിലേ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. എപ്പോഴും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് സ്പ്രേ ചെയ്യില്ലേ, ആ സമയത്തൊക്കെ ഇതുപോലെ ചെറിയ ഡിലേ, ഒരു പൊടിക്ക് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഡിലേ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. പക്ഷേ 50 ms ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ വീണ്ടും പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഡിലേ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു ട്രൂക്ക് ബഡ്സ് പ്രോവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1999 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ട്രൂക്ക് ബഡ്സ് പ്രോ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് വേണം, ട്രൂക്കിന്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോകാന്നേ ഉള്ളൂ. അല്ലാണ്ട് ANC കണ്ടുകൊണ്ട് നിങ്ങൾ 2000 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഉറപ്പായിട്ടും ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല
നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ LED ഒക്കെ വേണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വാങ്ങിക്കാം. 90% ഞാൻ മ്യൂസിക് കേട്ടിട്ട് പിന്നെ ഒന്ന് ചാർജ് ചെയ്തിട്ട് പോലും 2% മാത്രമേ ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു LED ഇൻഡിക്കേഷൻ കാണിക്കുന്ന പോലും. എന്തായാലും ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ അത്യാവശ്യം നല്ല റിച്ച് ക്വാളിറ്റിയുള്ള മ്യൂസിക് ക്വാളിറ്റി വേണം, ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള വേണം, 50% നമുക്ക് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉള്ള ഒരു പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രൂക്ക് ബഡ്സ് പ്രോ ANC പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. 1799 അല്ലെങ്കിൽ 1699 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. ഇനി അതല്ല 1500 രൂപയ്ക്ക് ബിഗ് ബില്യൺ ഡേയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ വരുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ട്രൂക്കിന്റെ ഒരു പ്രോഡക്റ്റാണ് ട്രൂക്ക് ബഡ്സ് പ്രോ ANC. എന്തായാലും ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത ഈ ഒരു ട്രൂക്കിന്റെ ബഡ്സ് പ്രോ ANC നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചത് എത്ര നമ്മുടെ 1799 രൂപയായിരുന്നു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ. അതിനേക്കാളും കാശ് കുറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എന്തായാലും പറയാനായിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.